ഞാനിന്ന് ഉണ്ടാക്കുന്നത് റാഗിയുടെ ഇടിയപ്പമാണ്. അതിനായിട്ട് ഞാൻ കുറച്ച് റാഗിയുടെ സേമിയ എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് വലിയ വലിയ കഷ്ണങ്ങളായിട്ടാണ് കിട്ടുക. പാക്കറ്റിൽ കിട്ടുമ്പോൾ ഇത് നന്നായിട്ടൊന്ന് നുറുക്കിയെടുക്കാം. അതിലേക്ക് കുറച്ച് ഉപ്പിട്ടിട്ടുള്ള നേരിയ ചൂടുവെള്ളം ഒഴിച്ച് ഇതൊന്ന് നന്നായിട്ടൊന്ന് നനച്ചെടുക്കണം. നനച്ചെടുക്കുകയെന്ന് വെച്ചാൽ നമ്മൾ പുട്ടിനൊക്കെ കുഴയ്ക്കുന്നതിനേക്കാളും കുറച്ചുകൂടെ നല്ല വെള്ളം കൂട്ടിയിട്ട് വേണം കുഴച്ചെടുക്കാൻ. നല്ല സോഫ്റ്റാക്കി എടുക്കാൻ വേണ്ടി നമുക്കിതിനെ ഒന്ന് ഒരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തതിന് ശേഷം റെസ്റ്റ് ചെയ്യാൻ ഒരു 10 മിനിറ്റ് വെച്ചതിന് ശേഷം വേണം നമ്മളിത് ചുട്ടെടുക്കൽ ആവി കയറ്റിയെടുക്കാൻ. ഇപ്പോൾ ഇത് കുഴച്ചെടുത്തപ്പോൾ നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. 10 മിനിറ്റ് റെസ്റ്റ് ചെയ്ത് വെച്ചപ്പോൾ കേട്ടോ. ഇനി നമുക്കൊരു ഇഡ്ഡലിയുടെ പാത്രം എടുത്തിട്ട് അതിലേക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം. ഫസ്റ്റ് നമ്മൾ തേങ്ങ ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ മുകളിലാണ് നമ്മൾ ഈ മാറ്റി വെച്ചിട്ടുള്ള റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുള്ള സേമിയ ഇട്ട് കൊടുക്കുക. ഈ തേങ്ങ നമ്മൾ ഒരുപാട് ഇട്ട് കഴിഞ്ഞാലാണ് നല്ല ടേസ്റ്റായിട്ട് ഉണ്ടാവുക. പക്ഷേ വെയിറ്റ് ലോസ് ചെയ്യുന്ന ആൾക്കാർക്ക് തേങ്ങ ഒരുപാട് ഇടണമെന്നില്ല, അല്ലെങ്കിലും ടേസ്റ്റ് ഉണ്ടാവും. ഇനി ഇതെല്ലാ ഭാഗത്തേക്കൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് ഇതിൻ്റെ മുകളിൽ നമുക്ക് ആ സേമിയ ഒന്ന് ഇട്ട് കൊടുക്കാം. കണ്ട ഇതുപോലെ ഇടിയപ്പം ചുട്ടെടുക്കുന്ന പോലെ എല്ലാത്തിലും സേമിയ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് 10 മിനിറ്റ് ഇതൊന്ന് ആവി കയറ്റാൻ വേണ്ടി വെക്കാം. 10 മിനിറ്റൊക്കെ ആകുമ്പോഴേക്ക് 10 മിനിറ്റിന് മുന്നേ റെഡി ആവും. നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. 10 മിനിറ്റിന് ശേഷം നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ നല്ല അടിപൊളി ഇടിയപ്പമായിട്ടുണ്ടാവും. വെയിറ്റ് ലോസ് ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ നല്ലതാണ് കേട്ടോ ഇത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ.